സർവശക്തനും സർവാധിപനുമായ ദൈവമായ കർത്താവേ, ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവമേ, രാത്രി നല്ല ഉറക്കം നിന്നു പ്രഭാതത്തിൽ അവിടുന്ന് ആയുസ്സും ആരോഗ്യം തന്ന് അങ്ങയുടെ സന്നിധിയിൽ എഴുന്നേറ്റിരുന്ന് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സന്നിധി ഹൃദയത്തെ പകരുവാൻ തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. യോനായെ സംരക്ഷിക്കുവാൻ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ച് ആക്കിയ സർവശക്തനായ ദൈവം, യോനായെ മത്സ്യത്തിൻ്റെ വയറ്റിൽ സംരക്ഷിച്ച സർവശക്തനായ ദൈവം ഓരോ മനുഷ്യനെയും അവനെ സൃഷ്ടിച്ച് അവൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും കരുതി പരിപാലിച്ച് സംരക്ഷിച്ച് ഓരോ വ്യക്തിക്കും വേണ്ടതെല്ലാം അതാത് സമയം നൽകി അനുഗ്രഹിച്ച് നടത്തുന്ന സ്വർഗത്തിലെ നല്ല കർത്താവേ, അങ്ങയുടെ കരുണകൾക്കായി സ്തോത്രം. തുടർന്നും അങ്ങയുടെ കരുണയുടെ നിറവിൽ ഓരോ നിമിഷവും നയിക്കപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഞങ്ങളുടെ യാത്രയിൽ കൂടിയിരിക്കണം, ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ കൂടിയിരിക്കണം. ദൈവമായ കർത്താവേ, പ്രത്യേകിച്ച് പഠിക്കുന്ന എല്ലാ മക്കളെ ഇവിടുന്ന് അനുഗ്രഹിക്കണം. അവരുടെ പരീക്ഷയിൽ കൂടിയിരിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. നല്ല ജോലി നൽകിയവരെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത എല്ലാ മക്കളും ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തക്ക തുണയെ നീ സൃഷ്ടിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുവാൻ നിൻ്റെ മക്കൾക്ക് ജ്ഞാനം നൽകി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം കർത്താവേ. മക്കളെ യഹോവയുടെ ദാനം, ആ അനുഗ്രഹം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകി അവിടുന്ന് അനുഗ്രഹിച്ച് നടത്തണമേ. മാതാപിതാക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിൻ്റെ കൃപയിൽ പൊതിഞ്ഞ് നടത്തണം. ഏകാന്തതയില്ലാതെ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം സഹായിക്കണം. അതുപോലെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയൻ അറിയാത്ത ഒത്തിരി ആഗ്രഹങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാറ്റിൻ്റെ മേലും സ്വർഗം കനിഞ്ഞിറങ്ങി നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്ന നന്മകളെ ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഇടയാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന്റെ പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.